ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കോളേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആർ പ്രോഗ്രാമിങ്ങിലെ വെക്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വെക്റ്റേഴ്സ്, ലിസ്റ്റ് ഇതൊക്കെ ആർ പ്രോഗ്രാമിങ്ങിലെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അതിൽ ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ലിസ്റ്റ്? ലിസ്റ്റിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. List is a collection of data which is ordered and changeable. ലിസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റയുടെ കളക്ഷൻ ആണ്. അത് ഓർഡേർഡ് ആയിരിക്കും, ചേഞ്ചബിളും ആയിരിക്കും. ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഡറിൽ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഓർഡറിൽ തന്നെയായിരിക്കും അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. ആൻഡ് ഓൾസോ അത് ചേഞ്ചബിൾ ആണ്. അതായത് ലിസ്റ്റിനകത്തുള്ള വാല്യൂസിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ലിസ്റ്റിനകത്ത് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു ലിസ്റ്റിനകത്ത് തന്നെ സ്ട്രിങ് വരാം, ഇൻറ്റിജേഴ്സ് വരാം, നമ്പേഴ്സ് വരാം. ഏത് ടൈപ്പിലുള്ള ഡേറ്റ വേണമെങ്കിലും ലിസ്റ്റിനകത്തോട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഇനി എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക? ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിസ്റ്റ് ഫങ്ഷൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ആ ലിസ്റ്റിന് നമ്പേഴ്സ് എന്നുള്ള ഒരു പേര് കൊടുക്കുന്നു. നമ്പേഴ്സ് എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ വേരിയബിളിനകത്തേക്കാണ് ഞാൻ ആ ലിസ്റ്റിനെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നമ്പേഴ്സിലേക്ക് ലിസ്റ്റ് ഓഫ് കുറച്ച് നമ്പേഴ്സിനെ ചേർത്തിട്ടാണ് ഞാൻ ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ലിസ്റ്റ് എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലിസ്റ്റ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് വാല്യൂസിനെ പാസ് ചെയ്ത് കൊടുക്കുക. ആ വാല്യൂസ് ചേർത്തിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ നമ്പേഴ്സ് എന്നുള്ള ഒരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യുന്നു. ഇനി ഈ നമ്പേഴ്സിൻ്റെ ഡേറ്റ ടൈപ്പ് ഏതാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിസ്റ്റ് എന്ന് തന്നെയാണോ വരുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലാസ് ഓഫ് നമ്പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ലിസ്റ്റ് എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഈ ലിസ്റ്റിനകത്ത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റിനകത്ത് 5 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 5 എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റ്സിനെ ഒന്നുകിൽ ഇങ്ങനെ ഡയറക്റ്റ് എലമെൻറ്റ്സ് മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഓരോ എലമെൻറ്റ്സിനും നമുക്കൊരു പേര് കൊടുക്കാം. ഒരു പേര് കൊടുത്തുകൊണ്ടും എലമെൻറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇവിടെയുള്ള ഈ ലിസ്റ്റിലെ 5 ഐറ്റംസിനും ഞാൻ ഓരോ പേര് വിളിക്കുകയാണ്. ഒന്നാമത്തേതിനെ ഫസ്റ്റ് എന്നുള്ളൊരു പേര് വിളിച്ചു. ഫസ്റ്റ് ഈക്വൽ ടു 4, ദെൻ സെക്കൻഡ് ഈക്വൽ ടു 5, തേർഡ് ഈക്വൽ ടു 6, ഫോർത്ത് ഈക്വൽ ടു 7, ഫിഫ്ത്ത് ഈക്വൽ ടു 8. ഇങ്ങനെയും നമുക്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് എലമെൻസിന് പേര് കൊടുത്തുകൊണ്ട് നെയിംഡ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ എലമെൻസിന് പേര് കൊടുക്കാതെ അൺനെയിംഡ് എലമെൻറ്റ്സ്, ഈ രണ്ട് രീതിയിലും നമുക്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. നെയിംഡ് ആൻഡ് അൺനെയിംഡ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ലേബിൾഡ് ആൻഡ് അൺലേബിൾഡ് എലമെൻറ്റ്സ് എന്നും വിളിക്കാം. ഈ രണ്ട് രീതിയിലുമാണ് നമുക്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റിനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഈ ലിസ്റ്റിനെ പഴയതുപോലെ മാറ്റുകയാണ്. 4, 5, 6, 7, 8, അതായത് പേര് കൊടുത്തത് ഒഴിവാക്കി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെയും, ലിസ്റ്റിലുള്ള ഓരോ ഐറ്റത്തിൻ്റെയും ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ഐറ്റത്തിനെ ആക്സസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇൻഡെക്സ് നമ്പർ? ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ലിസ്റ്റിനകത്തുള്ള ഓരോ ഐറ്റത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന, അതിൻ്റെ പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. ഒന്നാമത്തെ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ എപ്പോഴും 1 ആയിരിക്കും, രണ്ടാമത്തതിൻ്റെ 2 ആയിരിക്കും, ദെൻ 3, ദെൻ 4, അങ്ങനെ
ഒരു ലിസ്റ്റിനകത്ത് 5 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഒരു ലിസ്റ്റിനകത്ത് 100 ഐറ്റംസ് ഉണ്ടെങ്കിൽ 100ാമത്തെ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ 100 ആയിരിക്കും. ജനറലി പറയുകയാണെങ്കിൽ ഒരു ലിസ്റ്റിനകത്ത് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ 1ഉം ഏറ്റവും അവസാനത്തെ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ n ആയിരിക്കും. ആ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐറ്റത്തിനെ ആക്സസ് ചെയ്തെടുക്കാം. നമ്മൾ ഏത് ലിസ്റ്റിൽ നിന്നാണോ ഐറ്റത്തിനെ ആക്സസ് ചെയ്യുന്നത് ആ ലിസ്റ്റിൻ്റെ പേരിന് ശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഏത് ഇൻഡെക്സ് പൊസിഷനിലുള്ള ഐറ്റത്തിനെയാണോ ആക്സസ് ചെയ്യേണ്ടത് ആ ഇൻഡെക്സ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ ഐറ്റത്തിനെ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്കിവിടെ 5 ആണ് കിട്ടുക. 5 തന്നെയാണോ വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 5 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് 2 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലുള്ള ഐറ്റം 4ൻ്റെ ഇൻഡെക്സ് 1 ആണ്, 5ൻ്റെ ഇൻഡെക്സ് 2 ആണ്. സോ നമുക്കവിടെ 5 ആണ് കിട്ടുക. ഇനി ഞാൻ ഇൻഡെക്സ് 5 ആണ് കൊടുത്തിരുന്നതെങ്കിൽ 1 2 3 4 5 അതായത് 8 ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 8 തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെ അൺനെയിംഡ് ഐറ്റംസിനെ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ ലിസ്റ്റിനകത്ത് നെയിംഡ് ഐറ്റംസ് ആണുള്ളതെന്ന് വിചാരിക്കുക, നെയിംഡ് എലമെൻറ്റ്സ് ആണുള്ളതെന്ന് വിചാരിക്കുക. അതായത് ഞാൻ നേരത്തെ കൊടുത്തതുപോലെ ഓരോ ഐറ്റത്തിനും ഒരു നെയിം കൊടുക്കുകയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ദെൻ ഫിഫ്ത്ത്. ഇങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഐറ്റത്തിൻ്റെ നെയിം യൂസ് ചെയ്തുകൊണ്ട് എലമെൻറ്റിനെ ആക്സസ് ചെയ്യാം. സെയിം വേ നമ്പേഴ്സിലെ ഒരു ഐറ്റത്തിനെയാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് രണ്ടാമത്തെ ഐറ്റത്തിനെയാണ് വേണ്ടത്. സോ അതിൻ്റെ കീ അല്ലെങ്കിൽ അതിൻ്റെ നെയിം എന്ന് പറയുന്നത് സെക്കൻഡ് എന്നാണ്. ഞാൻ സെക്കൻഡ് എന്നുള്ള നെയിം റെഫർ ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ഓക്കെ, സക്സസ്ഫുള്ളി എനിക്ക് ആ വാല്യൂവിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 5 എന്നുള്ള വാല്യൂവിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നെയിം യൂസ് ചെയ്തുകൊണ്ടും വാല്യൂസിനെ, ഐറ്റംസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല എങ്കിൽ വേറൊരു രീതിയിലും കൂടി നമുക്ക് ചെയ്യാം. ലിസ്റ്റ്, ദെൻ ഈ ഒരു ഡോളർ സിമ്പിൾ ഇട്ട് കൊടുക്കുക. ദെൻ ഏത് നെയിമിൻ്റെ വാല്യൂ ആണ് വേണ്ടത്, എനിക്ക് സെക്കൻഡിൻ്റെ ആണ് വേണ്ടതെങ്കിൽ സെക്കൻഡ് എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യാം. ഇപ്പോഴും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഈ രണ്ട് രീതിയിൽ ലിസ്റ്റിനകത്തുള്ള ഐറ്റംസിനെ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആക്സസ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റിനകത്തുള്ള ഐറ്റംസിനെ ചേഞ്ച് ചെയ്യാനും പോസിബിൾ ആണ്. ലിസ്റ്റിൽ ഓൾറെഡി ഉള്ള ഐറ്റത്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ലിസ്റ്റ് ചേഞ്ചബിൾ ആണ്. ലിസ്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണത്. ലിസ്റ്റിലുള്ള ഐറ്റംസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റൊക്കെ നമ്പേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് നമ്പേഴ്സ് വെച്ചിട്ട് മാത്രമേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. ഏത് ഡാറ്റ ടൈപ്പ് വരുന്ന രീതിയിലും നമുക്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഈ നമ്പേഴ്സ് എന്നുള്ള ലിസ്റ്റിനകത്തെ ഒന്നാമത്തെ ഐറ്റത്തിന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ഐറ്റത്തിന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ അവിടെ വേറൊരു വാല്യൂവിനെ കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്പേഴ്സിലെ ഒന്നാമത്തെ ഐറ്റം നമ്പേഴ്സ് ഓഫ് 1 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഐറ്റത്തിനെ ആക്സസ് ചെയ്തെടുക്കാം. ഇനി അതിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിലോട്ട് വേറൊരു വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സപ്പോസ് 10 എന്നുള്ളൊരു വാല്യൂവിനെ ഞാനവിടെ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം നമ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്പേഴ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. യെസ്, നമ്പേഴ്സിലെ ഒന്നാമത്തെ ഐറ്റം ഇവിടെ മാറി വന്നിട്ടുണ്ട്.
ഇപ്പോൾ 10 ആണ് വന്നിട്ടുള്ളത്. അതായത് ഒറിജിനലി നമ്പേഴ്സിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഐറ്റത്തിനെ നമ്മളിവിടെ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വാല്യൂവിനെ അവിടെ അസൈൻ ചെയ്തു. ഇങ്ങനെ നമുക്ക് ലിസ്റ്റിനകത്തുള്ള ഐറ്റംസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെ നമുക്കൊരു ലിസ്റ്റിനകത്തുള്ള ഐറ്റംസിനെ റിമൂവ് ചെയ്യാനും പറ്റും. ഈ ഒരു ലിസ്റ്റിനകത്തെ ഒന്നാമത്തെ ഐറ്റത്തിനെ എനിക്ക് റിമൂവ് ചെയ്യുകയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഏത് ഐറ്റത്തിനെയാണോ റിമൂവ് ചെയ്യേണ്ടത് മൈനസ് ആ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. നമ്പേഴ്സിലെ ഒന്നാമത്തെ ഐറ്റത്തിനെയാണ് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ നമ്പേഴ്സ് ഓഫ് -1 എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തതിന് ശേഷം ഈ കിട്ടുന്ന ലിസ്റ്റിനെ ഞാൻ പുതിയൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാണ്. റിസൾട്ട് എന്നുള്ളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാണ്. അതിനുശേഷം റിസൾട്ടിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിസൾട്ടിൽ എന്താണ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഈ റിസൾട്ടിൽ 1 എന്നുള്ള ഐറ്റം അവിടെ കാണാനില്ല. ഇത് 2 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2, 3, 4, 5 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ലിസ്റ്റിലെ ഒന്നാമത്തെ ഐറ്റത്തിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ഇവിടെ -1ന് പകരം -2 ആയിരുന്നു ഇരുന്നതെങ്കിൽ രണ്ടാമത്തെ ഐറ്റമാണ് അവിടെ റിമൂവ് ആവുക. 2 എന്നുള്ള ഐറ്റമാണ് റിമൂവ് ആവുക. ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ 2 ആണ് റിമൂവ് ആയിട്ടുള്ളത്. 1, 3, 4, 5 ആണ് നമ്മുടെ റിസൾട്ട്. ഈ രീതിയിൽ നമുക്ക് എലമെൻസിനെ ലിസ്റ്റിനകത്ത് നിന്നും റിമൂവ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്കൊരു റേഞ്ച് ഓഫ് ഇൻഡെക്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റിനെ സ്ലൈസ് ചെയ്യാം. സ്ലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാം. എനിക്ക് ഇതിനകത്ത് 2, 3, 4 ഈ 3 ഐറ്റംസ് മാത്രമാണ് വേണ്ടതെങ്കിൽ, ഈ 3 ഐറ്റംസും വെച്ചിട്ടുള്ള പുതിയൊരു ലിസ്റ്റാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും കൊടുത്തുകൊണ്ട് നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കുക, സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 2ൻ്റെ ഇൻഡെക്സ് നമ്പർ അത് 2 തന്നെയാണ്. 4ൻ്റെ ഇൻഡെക്സ് നമ്പർ അത് 4 തന്നെയാണ്. ആ ഇൻഡെക്സ് നമ്പർ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ലിസ്റ്റിനെ സ്ലൈസ് ചെയ്തെടുക്കാം. 2 and 4, 2 ഫുൾ കോളൻ 4. നോക്കുക, ഇവിടെ 2, 3, 4 ഈ 3 ഐറ്റംസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ നമ്പേഴ്സിൽ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഇൻഡെക്സ് നമ്പർ തൊട്ട് രണ്ടാമത്തെ ഇൻഡെക്സ് നമ്പർ വരെ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് കിട്ടും, ഇൻക്ലൂഡിങ് ആ നമ്പേഴ്സ്. അതായത് രണ്ടാമത്തെ ഇൻഡെക്സിലുള്ള ആ ഐറ്റവും നാലാമത്തെ ഇൻഡെക്സിലുള്ള ആ ഐറ്റവും നമ്മുടെ റിസൾട്ടിനകത്ത് ഉണ്ട്. ഓക്കെ, 2 and 4 നമ്മുടെ റിസൾട്ടിലുണ്ട്. ഒന്നിനെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലിസ്റ്റിനെ സ്ലൈസ് ചെയ്യുക എന്നുള്ളതും പോസിബിളാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ലിസ്റ്റിനകത്ത് ഒരു ഐറ്റം ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ലിസ്റ്റിനകത്ത് ഒരു ഐറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ലിസ്റ്റിനകത്ത് 2 എന്നുള്ള ഐറ്റം ഉണ്ടോ ഇല്ലയോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 ഇൻ നമ്പേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻ നമ്പേഴ്സ്, 2 നമ്പേഴ്സിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ട്രൂ ആണ് റിസൾട്ട് കിട്ടുക. 2 എന്നുള്ള വാല്യൂ നമ്പേഴ്സിൽ ഇല്ല എങ്കിൽ ഫോൾസ് ആണ് റിസൾട്ട് കിട്ടുക. ഞാനിവിടെ 2ന് പകരം 100 കൊടുക്കുകയാണ്. 100 കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോൾസ് ആണ് വരുന്നത്. കാരണം എന്താണ്? 100 നമ്പേഴ്സിൽ ഇല്ല, അതില്ലാത്തൊരു വാല്യൂ ആണ്. സോ നമുക്ക് ഫോൾസ് ആണ് റിസൾട്ടായിട്ട് കിട്ടുക. ഇത്രയാണ് ബേസിക്കലി നമുക്ക് ലിസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് കൂടാതെ ലിസ്റ്റിൽ നമുക്ക് കുറച്ച് ഫങ്ഷൻസിനെ അപ്ലൈ ചെയ്യാം. അതിലൊന്നാമത്തത് ലെങ്ത് ഫങ്ഷൻ. ഒരു ലിസ്റ്റിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ലിസ്റ്റിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ട്? 5 ഐറ്റംസ് ഉണ്ട് ഇവിടെ. അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത് ഫങ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ലെങ്ത് ഫങ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മളൊരു ലിസ്റ്റിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുക.
ഇവിടെ ലെങ്ത് ഓഫ് നമ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. യെസ്, 5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. എത്ര ഐറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ അപ്പൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ലിസ്റ്റിനകത്തേക്ക് പുതിയൊരു വാല്യൂവിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൻഡ് ഫംഗ്ഷന് നമ്മൾ 2 ആർഗ്യുമെന്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഒന്നാമതായിട്ട് ഏത് ലിസ്റ്റിനകത്തോട്ടാണ് നമ്മുടെ വാല്യൂവിനെ ആഡ് ചെയ്യുന്നത് ആ ലിസ്റ്റിന്റെ പേരാണ് ഒന്നാമത്തെ ആർഗ്യുമെന്റ്. ഞാനിവിടെ നമ്പേഴ്സിനകത്തോട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ നമ്പേഴ്സ് ആണ് എൻ്റെ ഒന്നാമത്തെ ആർഗ്യുമെന്റ്. രണ്ടാമതായിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ഐറ്റം, പുതിയതായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഐറ്റം, ഞാൻ ഇതിലോട്ട് 10നെ ആഡ് ചെയ്യാണ്. സോ രണ്ടാമത്തെ ആർഗ്യുമെന്റ് 10 ആണ്. ഏത് ഐറ്റമാണോ ആഡ് ചെയ്യുന്നത് അതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ്. ഇങ്ങനെ കിട്ടുന്ന റിസൾട്ടിനെ ഞാനിവിടെ റിസൾട്ട് എന്നുള്ള ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം റിസൾട്ടിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റിസൾട്ട് എന്നുള്ള ലിസ്റ്റിനകത്ത് 1 2 3 4 5 5ന് ശേഷം 10 എന്നുള്ള വാല്യൂ കൂടി ഉണ്ട്. അതായത് റിസൾട്ടിനകത്ത് ഓൾറെഡി നമ്പേഴ്സിലുള്ള വാല്യൂസ് കൂടാതെ അഡീഷണലി 10ഉം കൂടി ഉണ്ട്. കാരണം നമ്മൾ നമ്പേഴ്സിലോട്ട് 10നെ അപ്പൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 10 ആ ഒരു ലിസ്റ്റിനകത്തേക്ക് ആഡായി. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് അപ്പൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, ഒരു ലിസ്റ്റിനകത്തേക്ക് ഒരു ഐറ്റത്തിനെ ആഡ് ചെയ്യാൻ വേണ്ടി. അടുത്തതായിട്ട് ജോയിൻ ഫംഗ്ഷൻ. 2 ലിസ്റ്റിനെ എങ്ങനെ ജോയിൻ ചെയ്യാം? ഇവിടെ ഒന്നാമത്തെ ലിസ്റ്റ്, ഈ ലിസ്റ്റിനെ ഞാൻ നമ്പേഴ്സ് 1 എന്ന് വിളിച്ചു. രണ്ടാമതായിട്ട് വേറൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ലിസ്റ്റിനെ നമ്പേഴ്സ് 2 എന്ന് വിളിച്ചു. നമുക്ക് സി ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ലിസ്റ്റുകളെ, 2ഓ അതിൽ കൂടുതലോ ലിസ്റ്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കാം. സി ഓഫ് നമ്പേഴ്സ് 1, നമ്പേഴ്സ് 2. ഇവിടെ ഞാൻ ഈ 2 ലിസ്റ്റുകളെയും ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ജോയിൻ ചെയ്യിപ്പിച്ച് കിട്ടുന്ന റിസൾട്ടിനെ ഞാനിവിടെ റിസൾട്ട് എന്നുള്ള ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാണ്. അതിനുശേഷം റിസൾട്ടിനെ ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ടിലുള്ളതെന്ന്. നമ്പേഴ്സ് 1 നോട്ട് ഡിഫൈൻഡ്. നമ്പേഴ്സ് 1 എന്നാണ് എൻ്റെ ലിസ്റ്റിൻ്റെ പേര്. ഞാനിവിടെ നമ്പർ 1 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു എറർ വന്നത്. ഞാനത് ഫിക്സ് ചെയ്യാണ്. അതിനുശേഷം ഒന്നുകൂടി റൺ ചെയ്യുന്നു. ഇവിടെ 1 2 3 4 5 6 7 8 9 2 ലിസ്റ്റും ചേർന്നിട്ടുള്ള പുതിയൊരു ലിസ്റ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ അതിന് നമ്മൾ യൂസ് ചെയ്തത് സി ഫംഗ്ഷനാണ്. 2ഓ അതിൽ കൂടുതലോ ലിസ്റ്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കാനാണ് സി ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വേറൊരു ഫംഗ്ഷൻ എൽ അപ്ലൈ ഫംഗ്ഷൻ. എൽ അപ്ലൈ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ലിസ്റ്റിനകത്തുള്ള ഓരോ ഐറ്റംസിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽ അപ്ലൈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലിസ്റ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ ഓരോ ഐറ്റംസിലും വേറൊരു ഫംഗ്ഷനെ അപ്ലൈ ചെയ്തുകൊണ്ട് റിസൾട്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ എൽ അപ്ലൈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്പേഴ്സ്. ഈ ലിസ്റ്റിനകത്തെ ഓരോ ഐറ്റംസും വെക്റ്റർ ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് വെക്റ്റർ എന്നറിയില്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള വീഡിയോ കണ്ടു നോക്കുക. വെക്റ്റർ ആറിലെ തന്നെ ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അപ്പം ഞാൻ പറഞ്ഞു, ലിസ്റ്റിനകത്ത് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസിനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. സോ ഞാൻ ഈ ലിസ്റ്റിനകത്തേക്ക് വെക്റ്റേഴ്സിനെയാണ് ആഡ് ചെയ്യുന്നത്. അതും നെയിം കൊടുത്തിട്ട് ആഡ് ചെയ്യുന്നു.
നെയിംഡ് ഐറ്റംസ് അല്ലെങ്കിൽ നെയിംഡ് എലമെൻസിനെ ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് എലമെൻറ്റ് 1 2 3, സെക്കൻഡ് എലമെൻറ്റ് 4 5 6, തേർഡ് എലമെൻറ്റ് 7 8 9. ഇവിടെ സി ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെക്റ്ററുകളെ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ 3 വെക്റ്ററുകളെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ലിസ്റ്റിനകത്തേക്ക് അതിനെ അസൈൻ ചെയ്തു. ഈ ലിസ്റ്റിനകത്തേക്ക് ആ 3 വെക്റ്ററുകളെയും അസൈൻ ചെയ്തു. അപ്പോഴും നമ്പേഴ്സ് എന്നുള്ളത് ലിസ്റ്റ് തന്നെയാണ്. നമ്പേഴ്സിനകത്തുള്ള ഓരോ ഐറ്റംസും വെക്റ്റേഴ്സാണ്. ഇനി ഞാൻ നമ്പേഴ്സിനകത്തുള്ള ഓരോ വെക്റ്റേഴ്സിൻ്റെയും ആവറേജ് വാല്യൂ ഫൈൻഡ് ചെയ്യുകയാണ്. അതിൻ്റെ മീൻ വാല്യൂ ഫൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ ഐറ്റംസിലും അല്ലെങ്കിൽ ഓരോ എലമെൻസിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷനെ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്, അല്ലേ? ആ ഫംഗ്ഷനാണ് മീൻ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എൽ അപ്ലൈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എൽ അപ്ലൈ ഏതിലാണ് നമ്മൾ എൽ അപ്ലൈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഇവിടെ ഞാൻ നമ്പേഴ്സിലാണ് എൽ അപ്ലൈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്? മീൻ ഫംഗ്ഷനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മീൻ ആറിലെ ബിൽട്ടൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. മീൻ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. റൺ ചെയ്ത് നോക്കാം. ഇവിടെ 2 5 8 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ്. 1 2 3 ഈ 3 എണ്ണത്തിൻ്റെയും മീൻ എന്നുള്ളത് 2 ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 1 + 2 + 3 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 3 അത് 2 ആണ്. അഗെയിൻ 4 5 6 അതിൻ്റെ മീനും 5 ആണ്. 7 8 9 അതിൻ്റെ മീൻ 8 ആണ്. സോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ലിസ്റ്റിനകത്ത് ഒരു സ്പെസിഫിക് ഫംഗ്ഷനെ അപ്ലൈ ചെയ്തു. അതിലുള്ള ഓരോ എലമെൻസിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷനെ അപ്ലൈ ചെയ്തുകൊണ്ട് പുതിയൊരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അതിനു വേണ്ടിയിട്ടാണ് എൽ അപ്ലൈ ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എൽ അപ്ലൈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്പേഴ്സ് എന്നുള്ള ലിസ്റ്റിനകത്താണ്. ആ ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെൻറ്റിലും ഓരോ ഐറ്റത്തിലും മീൻ ഫംഗ്ഷനെ ആണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് എൽ അപ്ലൈ ഫംഗ്ഷൻ്റെ യൂസേജ്. ഇനി അടുത്ത ഫംഗ്ഷൻ ഫിൽറ്റർ. ഫിൽറ്റർ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലിസ്റ്റിനകത്ത് നിന്നും ഐറ്റംസിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്പേഴ്സ് 1 2 3 4 5 6 7. ഞാൻ ഈ നമ്പേഴ്സിനെ ഫിൽറ്റർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്നും ഈവൺ നമ്പേഴ്സിനെ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. സോ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഫിൽറ്റർ ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഏത് ഫംഗ്ഷനെയാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ ഫംഗ്ഷനെയും രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഏതിലാണോ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത് അതിനെയും കൊടുക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ആ ഫംഗ്ഷനാണ്. ഏതിലാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്പേഴ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ആ ഒരു ഫംഗ്ഷൻ ഇല്ല. അതായത് ഒരു നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ എൻ്റെ കയ്യിലില്ല. ഇതിന് മുന്നേയുള്ള എക്സാമ്പിളിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന മീൻ എന്നുള്ള ഫംഗ്ഷൻ ബിൽട്ടിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. പക്ഷേ ഈ കേസിൽ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല. സോ ഞാൻ പുതിയൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ അതിന് ഈസ് ഈവൺ എന്നുള്ള ഒരു പേര് വിളിച്ചു. ഈസ് ഈവൺ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഈസ് ഈവൺ എന്നാണ് ഫംഗ്ഷന് കൊടുത്ത പേര്. ആ ഫംഗ്ഷനിൽ ഒരു പാരാമീറ്റർ ഉണ്ട്, എക്സ് എന്നുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ എക്സ് എന്നുള്ള പാരാമീറ്റർ ഈവൺ ആണോ ഓഡ് ആണോ എന്നുള്ളതാണ് ഈ ഫംഗ്ഷൻ
ചെക്ക് ചെയ്യേണ്ടത്. ആ പാരാമീറ്റർ ഈവൺ ആണെങ്കിൽ, ആ വാല്യൂ ഈവൺ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ട്രൂവിനെ റിട്ടേൺ ചെയ്യണം. അതല്ല ആ പാരാമീറ്റർ ഓഡ് ആണെങ്കിൽ ഫോൾസിനെ റിട്ടേൺ ചെയ്യണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഒരു നമ്പർ എപ്പോഴാണ് ഈവൺ ആവുന്നത്? ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണെങ്കിലാണ് ആ നമ്പർ ഈവൺ ആണ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡറിനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇത് ഓപ്പറേറ്റേഴ്സിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അറിയില്ലെങ്കിൽ അത് കാണുക. ഇങ്ങനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എക്സ് മോഡുലസ് 2 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? എക്സ് ഈവൺ ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, എക്സ് ഈവൺ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ റെഡിയായി, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫംഗ്ഷൻ റെഡിയായി. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമുക്ക് ഫിൽട്ടർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ഫിൽട്ടർ ഫംഗ്ഷനകത്ത് ഒന്നാമതായിട്ട് ഏത് ഫംഗ്ഷനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഈസ് ഈവൺ എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഏതിലാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്പേഴ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈസ് ഈവൺ ഫംഗ്ഷനെ നമ്പേഴ്സിൽ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു എററാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഫിൽട്ടർ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക. ഞാൻ അവിടെ സ്മോൾ ലെറ്റർ കൊടുത്തുകൊണ്ടാണ് അവിടെ ഒരു എറർ വന്നത്. ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് 246 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിനകത്ത് നിന്നും ഈവൺ നമ്പേഴ്സിനെ മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടി. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഫിൽട്ടർ ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു ഫംഗ്ഷനെ പാസ് ചെയ്യുക. ആ ഫംഗ്ഷൻ ട്രൂവിനെയോ ഫോൾസിനെയോ റിട്ടേൺ ചെയ്യണം. ആ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലിസ്റ്റിനകത്തു നിന്നുള്ള ഐറ്റംസിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്നത്. ആ ഫംഗ്ഷൻ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആ ഐറ്റം നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാവുകയും ഫോൾസ് ആണെങ്കിൽ റിസൾട്ടിൽ നിന്നും അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഫിൽട്ടർ ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഓൾ ഫംഗ്ഷൻ. ഓൾ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ലിസ്റ്റിനകത്തുള്ള എല്ലാ ഐറ്റംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് ഓൾ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഈ ഓൾ ഫംഗ്ഷൻ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മുടെ നമ്പേഴ്സിനകത്തുള്ള ഓരോ ഐറ്റംസിലും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയും അത് എല്ലാ ഐറ്റംസിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്ത് തരികയും ചെയ്യും. ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ട്രൂ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇതിലുള്ള എല്ലാ നമ്പേഴ്സും ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷെ ഞാനിവിടെ ഗ്രേറ്റർ ദാൻ 0യ്ക്ക് പകരം ഗ്രേറ്റർ ദാൻ 3 ആണ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്ക് ട്രൂ കിട്ടില്ല. കാരണം ഇതിലുള്ള എല്ലാ നമ്പേഴ്സും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷനാണ് എനി. എനി ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, എനി ഫംഗ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ നമ്മുടെ ലിസ്റ്റിനകത്തുള്ള ഏതെങ്കിലും ഒരു ഐറ്റം എങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതായത് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 4 ആണ് ഞാനിവിടെ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ നമ്മുടെ നമ്പേഴ്സിനകത്തുള്ള ഏതെങ്കിലും ഒരു ഐറ്റം എങ്കിലും
സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ട്രൂ ആണ് റിസൾട്ടായിട്ട് കിട്ടുന്നത്. യെസ്, ഇവിടെ ട്രൂ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മളുടെ ലിസ്റ്റിനകത്തുള്ള അറ്റ്ലീസ്റ്റ് ഒരു ഐറ്റമെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ 4ന് പകരം 40 ആണ് കൊടുത്തതെങ്കിൽ ഈ കണ്ടീഷൻ ഒരു ഐറ്റം പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമുക്കിവിടെ ഈ കേസിൽ ഫോൾസ് ആണ് റിസൾട്ടായിട്ട് കിട്ടുക. ഇവിടെ ഫോൾസ് ആണ് റിസൾട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫങ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് ലെങ്ത്, രണ്ടാമതായിട്ട് അപ്പൻഡ്, ദെൻ സി ഫങ്ഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ദെൻ എൽ അപ്ലൈ, ഫിൽറ്റർ, ഓൾ, എനി, ഇത്രയുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇനിയും ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഡേറ്റ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.